The വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാമിൽ ഒരു മാർക്ക് ഷുവർ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. The term principle is derived from a word, a dash word principium means. എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ വേർഡ് ഏത് വേർഡിൽ നിന്നാണ് വന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ലാറ്റിൻ വേർഡാണോ ഇറ്റാലിയൻ വേർഡാണോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? പ്രിൻസിപ്പിയം എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് അത് വന്നത്. അതിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിരുന്നു. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. പ്രിൻസിപ്പി എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ബേസിസ് എന്നാണ് അതിന്റെ മീനിങ് അല്ലേ. ഇതിപ്പോ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇതൊരു ഡെഫിനിഷൻ ആണ്. ഈ ഡെഫിനിഷൻ പറഞ്ഞത് ആരാന്നാണ് ചോദിക്കുന്നത് അല്ലെ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ലൈഫ് ആൻഡ് ആക്ടിവിറ്റി എന്ന് കണ്ടപ്പോൾ തന്നെ ആരെ കൊടുക്കണം എന്ന് പഠിച്ചു. ഈ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വില്യം കിങ്, ജോർജ് ഡേവിഡോവിക്, പ്രൊഫസർ DG കാർവേ, DR ഗാഡ്ഗിൽ അല്ലെ. ഇതില് ജോർജ് ഡേവിഡോവിക് ആണ് എന്ത് പറഞ്ഞത്? ഗവേൺ ദ ലൈഫ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ആരാണ്? ജോർജ് ഡേവിഡോവിക് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഫോർമുലേറ്റഡ് ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ്. ആരാണ് എന്താ പറഞ്ഞ? ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഫോർമുലേറ്റഡ് ആൻഡ് ഡെഫിനിറ്റ് പ്രാക്ടിക്കൽ റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ്. ആരാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ ആരാ അത് കൊണ്ടുവന്നത്? റോച്ച്ഡെയിൽ പൈനീഴ്സ് ആണ് അല്ലെ. ICA, NCUI, KF, റോച്ച്ഡെയിൽ പൈനീഴ്സ് എന്നാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഇതിൽ റോച്ച്ഡെയിൽ പൈനീഴ്സ് ആണ് അതിന്റെ ആൻസർ. അടുത്തത്, ഇൻ വിച്ച് ഇയർ ICA അഡോപ്റ്റഡ് റോച്ച്ഡെയിൽ പൈനീഴ്സ് പ്രിൻസിപ്പിൾ. ഏത് വർഷമാണ് റോച്ച്ഡെയിൽ പൈനീഴ്സ് ICAന്റെ പ്രിൻസിപ്പിൾസ് ICA അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ റോച്ച്ഡെയിൽ പൈനീഴ്സിന്റെ പ്രിൻസിപ്പിൾ ഏത് വർഷമാണ്? 1937 അല്ലെ. 1937. ഇനി ഇൻ വിച്ച് ഇയർ ദ സബ് കമ്മിറ്റി അപ്പോയിന്റഡ് ടു ഇവാലുവേറ്റ് റോച്ച്ഡെയിൽ പൈനീഴ്സ് പ്രിൻസിപ്പിൾ. ഏത് വർഷമാണ് സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് റോച്ച്ഡെയിൽ പൈനീഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. 1934. 1934-37 ആയിരുന്നു കാലഘട്ടം അല്ലെ. അതിൽ 37 ആയപ്പോഴാണ് നമ്മുടെ ICA അഡോപ്റ്റ് ചെയ്തത് അല്ലെ. ഇനി ഇൻ വിച്ച് പ്ലേസ് ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ 1934, 1934. ഇൻ വിച്ച് പ്ലേസ് ICA കോൺഗ്രസ് 1934 എവിടെ വെച്ചാണ് ഹെൽഡ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഹെൽഡ് ചെയ്തത് എവിടെ വെച്ചായിരുന്നു? ലണ്ടനിലാണ് അല്ലെ. ആദ്യം ICAന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ലണ്ടനിലാണ് കേട്ടോ. അപ്പൊ ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു 1934 എന്ത് നടന്നത്? ICA കോൺഗ്രസ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലേസ് ഇൻ വിച്ച് ICA കോൺഗ്രസ് ഹെൽഡ് ഇൻ 1937. 1937 എവിടെ വെച്ചിട്ടാണ് ICA കോൺഗ്രസ് നടന്നത്? 1934 ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. 1937 അതെവിടെയാ? പാരീസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓപ്ഷൻസ് ഇവിടെ പാരീസ്, ലണ്ടൻ, ബോൺമൗത്ത്, ടോക്കിയോ ഒക്കെ തന്നിട്ടുണ്ട്. പാരീസ് ആണ് 1937 നടന്നത്. ഇനി ICA പ്രിൻസിപ്പിൾസ് ആർ ഡിവൈഡഡ് ഇൻടു 2. First, 4 principles considered as essential or obligatory principles. Last 3 principles considered as. നമ്മൾ പഠിച്ചിരുന്നു ICAന്റെ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. ICAന്റെ എല്ലാ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ക്ലാസ്സിൽ പഠിച്ചു. ICA റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എസെൻഷ്യൽ എന്നും
പിന്നെന്താ നോൺ എസെൻഷ്യൽ എന്നും അല്ലെ. അപ്പം എസെൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി പ്രിൻസിപ്പിൾസ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ഏതാണ്? നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി പ്രിൻസിപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഹൗ മെനി സ്റ്റേജസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന് എത്ര സ്റ്റേജ് ഉണ്ടെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ആയിട്ട്? അപ്പം 4 സ്റ്റേജ് ആണ് കേട്ടോ ഉള്ളത്. 3 സ്റ്റേജ് ICAന്റെ സ്റ്റേജസ് ആണ്. ICAന്റെ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 3 എന്ന് കൊടുക്കുക. ഇവിടെ ടോട്ടല് ചോദിച്ചുകൊണ്ട് റോച്ചഡേൽ പൈനസും കൂടെ വരുമ്പം 4 സ്റ്റേജസ് ആണ് വരുന്നത്. ഓക്കെ, ഏതൊക്കെയാ അത്? 1860 അല്ലെ റോച്ചഡേൽ പൈനേഴ്സ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി പിന്നെ ഏതാ വർഷം വരുന്നത്? 1934-37 അല്ലെ. 1934-37 പിന്നെ വരുന്നത്. പിന്നെ ICAന്റെ അടുത്ത വരുന്നത് 1964-66 അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ടോ 1995 ലാസ്റ്റ് പ്രിൻസിപ്പിൾ 4th സ്റ്റേജ് വരുന്നത്. അങ്ങനെ 4 സ്റ്റേജുകളാണുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇയർ ഇൻ വിച്ച് 22nd ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ്. 22ാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഏത് വർഷമാണ് നടന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് വർഷമാണ് നടന്നേ? 1963 നമ്മുടെ 3rd സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് 64-66 നമ്മൾ പറഞ്ഞ 63 22nd ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്. ഓക്കെ, ദ പ്ലേസ് ഇൻ വിച്ച് 22nd ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ്. അപ്പം അതിന്റെ പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് ബോൺമൗത്തിൽ വെച്ചിട്ടാണ്. 1963 ബോൺമൗത്തിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? 22ാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത്. മറക്കരുത്. ഇനി who was chairman of committee appointed to reformulate principles in 1964? 1964 എന്താ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിന്റെ ചെയർമാൻ, ആ ടൈമിലെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചതല്ലേ ക്ലാസ്സിൽ? DG കാർവേ ആണ് അല്ലെ. കാർവേ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ ഇതറിയപ്പെടും. കാർവേ ആണ് DG കാർവേ. DG കാർവേന്റെ 5 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. UK, USA, USSR, ഇന്ത്യ, ജർമ്മനി. ഇങ്ങനെ 5 നാഷൻസിൽ നിന്നുള്ള മെമ്പേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് DG കാർവേ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓക്കെ, ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മെമ്പേഴ്സ് ഇൻ DG കാർവേ കമ്മിറ്റി? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 5 നാഷൻസിൽ നിന്നുള്ള മെമ്പേഴ്സ് ആണുള്ളത്. UK, USA, USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ അല്ലെ. അങ്ങനെ 5 നാഷൻസിൽ നിന്നാണ്. അതിൽ നിന്ന് ഇന്ത്യ എന്നുള്ള ആളാണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ആളായിരുന്നു DG കാർവേ എന്ന് പറഞ്ഞാൽ. അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് അല്ലെ. ഓക്കെ, ഇനി അടുത്തത് ദ ഇയർ ഇൻ വിച്ച് 23rd ഇന്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ്. എവിടെ വെച്ചിട്ടാണ് അല്ലെ? ഏത് വർഷമാണ് 23rd 23ാമത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ് ചെയ്തതെന്നാണ് ചോദിച്ചത്. 1966 ഇത് വന്നത്. 22 ആയിരുന്നെങ്കിലോ അവിടെ ഏത് വർഷമായിരുന്നു? 1933 അല്ലെ വന്നത്. ഇനി ഏത് പ്ലേസിൽ വെച്ചിട്ടാ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്ലേസ് ഇൻ വിച്ച് 23rd ഇന്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ്. വിയന്നയിൽ വെച്ചിട്ടാണ് അല്ലെ. വിയന്നയിൽ വെച്ചിട്ടാണ് 23ാമത്തെ ഇന്റർനാഷണൽ കോൺഗ്രസ് നടന്നത്. വിയന്ന. 22 ബോൺമൗത്തിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. ഇനി there are dash principles adopted by ICA in 1966. 1966 എത്ര പ്രിൻസിപ്പിൾ ആണ് ICA അഡോപ്റ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 6 പ്രിൻസിപ്പിൾസ് ആണ് അഡോപ്റ്റ് ചെയ്തത് കേട്ടോ. വിച്ച് കമ്മിറ്റി ഗിവൺ എക്സ്പ്ലനേഷൻ ടു ഓൾ പ്രിൻസിപ്പിൾസ്? ഏത് കമ്മിറ്റിയാണ് എല്ലാ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആളെന്നാണ് ചോദിക്കുന്നത്. DG കാർവേ കമ്മിറ്റിയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കമ്മിറ്റി. കൊടുത്തേ. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് കമ്മിറ്റി പ്രപ്പോസ്ഡ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നതും 1966 DG കാർവേ കമ്മിറ്റിയാണ്. 64 to 66 അല്ലെ. DG കാർവേ കമ്മിറ്റി കേട്ടോ. അടുത്തത് നോക്കാം.
Which committee proposed concern for community as a cooperative principles? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിക്കുന്നത്. അത് ഫോർത്ത് സ്റ്റേജിൽ വരുന്നതാണ്. 1995 ഡോക്ടർ ഇവാൻ മാക്പേഴ്സൺ. അയാൾ ഏത് നാട്ടുകാരനാണ്, ഏത് രാജ്യക്കാരനാണ്? കാനഡ അല്ലെ. The principles which was added in 1966 was cooperation among cooperatives. അത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെ. ICAന്റെ സ്റ്റേജിൽ ആഡ് ചെയ്ത പുതിയ പ്രിൻസിപ്പിൾ ഏതാന്ന് വെച്ചാൽ 1966 ആഡ് ചെയ്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. The place in which International Cooperative Congress held in 1992. 1992 എവിടെ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ടോക്കിയോയിൽ വെച്ചിട്ടാണ് കേട്ടോ. ടോക്കിയോ ആണ്. ഇനി അടുത്തത് ദ പ്ലേസ് ഇൻ വിച്ച് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ 1995. 1995 എവിടെ വെച്ചിട്ടാണ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നതെന്നാണ് ചോദിക്കുന്നത്. അത് മാഞ്ചസ്റ്റർ ആണ് കേട്ടോ. മാഞ്ചസ്റ്റർ. In which year was Ivan Macpherson appointed to redefine cooperative principles? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഇവാൻ മാക്പേഴ്സനെ അപ്പോയിന്റ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. 1992 അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ഇവാൻ മാക്പേഴ്സൺ ബിലോങ് ടു വിച്ച് കൺട്രി? ഏത് രാജ്യക്കാരനാണെന്നാണ് ചോദിക്കുന്നത്. കാനഡക്കാരനാണ്. ആര്? ഇവാൻ മാക്പേഴ്സൺ. In which year Ivan Macpherson report was submitted? 1992 ഇവാൻ മാക്പേഴ്സനെ അപ്പോയിന്റ് ചെയ്തത് അല്ലേ. ഏത് രാജ്യക്കാരനായിരുന്നു അദ്ദേഹം? കാനഡക്കാരനായിരുന്നു. കാനഡക്കാരനായ അദ്ദേഹം 1994 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The first principles address the internal and dynamic typical of any cooperatives. ഫസ്റ്റ് ഡാഷ് പ്രിൻസിപ്പിൾ കേട്ടോ. എത്ര പ്രിൻസിപ്പിളാണ് ഇന്റേണൽ ആൻഡ് ഡൈനാമിക് ടിപ്പിക്കൽസിനെ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ 3 പ്രിൻസിപ്പിൾസ് ആണ്. അത് വളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. VDMA ECC നമ്മൾ പഠിച്ചു. അതിൽ VDM എന്നുള്ള ഈ 3 എണ്ണമാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ അഡ്രസ് ചെയ്യുന്നത് കേട്ടോ. ഇന്റേണൽ ആൻഡ് ഡൈനാമിക് ടിപ്പിക്കൽ. ഇനി ലാസ്റ്റ് ഡാഷ് പ്രിൻസിപ്പിൾസ് എഫക്ട്സ് ബോത്ത് ഇന്റേണൽ ഓപ്പറേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഓപ്പറേഷൻ. ഇന്റേണൽ ഓപ്പറേഷനും എക്സ്റ്റേണൽ ഓപ്പറേഷനും കാണിക്കുന്നത് ലാസ്റ്റത്തെ എത്ര പ്രിൻസിപ്പിൾ ആണ്? 4 പ്രിൻസിപ്പിൾസ് ആട്ടോ. 4 പ്രിൻസിപ്പിൾസ്. VDM വരെ പറഞ്ഞു. A ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്. E എന്താ? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. C കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്. ഒരു സിയും കൂടെ ഉണ്ട്. എന്താ? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ഇത്രയാണ് 4 എണ്ണം കേട്ടോ. അടുത്തത് ദ പ്രിൻസിപ്പിൾ വിച്ച് വാസ് ഇൻക്ലൂഡഡ് ഇൻ ഓൾ സ്റ്റേജസ് വിത്തൗട്ട് എനി ചേഞ്ച്. ഏത് പ്രിൻസിപ്പിളാണ് ഒരു ചേഞ്ചും ഇല്ലാതെ എല്ലാ സ്റ്റേജിലും വരുന്നതെന്നാണ് ചോദിക്കുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് അല്ലേ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പേരിൽ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷനായി മാറുന്നുണ്ടെന്നല്ലാതെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് എന്തിൽ വരുന്നത്? എല്ലാ സ്റ്റേജിലും വരുന്നതെന്നാണ് പറയുന്നത്. New principles approved by ICA General Assembly held in New Century Hall, Manchester in. ഒരു പുതിയ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. എപ്പം? ICA ജനറൽ അസംബ്ലി വെച്ചിട്ട് ന്യൂ സെഞ്ചുറി ഹാൾ മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട്. അത് ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ഏത് വർഷമാണ് അപ്രൂവ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 23 സെപ്റ്റംബർ 1995 കേട്ടോ. 23 സെപ്റ്റംബർ 1995. In which year ICA the statement of cooperative identity was adopted? കോപ്പറേറ്റീവ് ഐഡന്റിറ്റി അഡോപ്റ്റ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. അതും 1995 പറയുന്നത്. ഓക്കെ. പിന്നെ കുറച്ചും കൂടെ ഉണ്ട്. ദ പ്രിൻസിപ്പിൾസ് വിച്ച് വാസ് ആഡഡ് ഇൻ 1995. 1995 ആഡ് ചെയ്ത ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ് the new principle. What is the content of statement of cooperative identity? കോപ്പറേറ്റീവ് ഐഡന്റിറ്റിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിക്കുന്നത്.
ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. ഡെഫിനിഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ആണ് കണ്ടന്റ്. ഇനി സെറ്റിനറി സെലിബ്രേഷൻ ഓഫ് ICA ഹെൽഡ് ഇൻ. സെറ്റിനറി സെലിബ്രേഷൻ എവിടെ വെച്ചിട്ടാണ് ഹെൽഡ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. മാഞ്ചസ്റ്ററിലാണ് 1995 മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് അല്ലേ സെറ്റിനറി സെലിബ്രേഷൻ ICA ഹെൽഡ് ചെയ്ത്. ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ KCS ആക്ട് 1969. ആക്ട് 1969 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തത് ഏത് സെക്ഷനിലാണെന്നാണ് ചോദിക്കുന്നത്. സെക്ഷൻ 2 ECCC അല്ലേ, 3 C വരുന്നുണ്ട്. ECC ആണെങ്കിലോ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ്. സെക്ഷൻ 2 ECCC ലാട്ടോ വരുന്നത് ഷെഡ്യൂൾ 2ലും. ഇനി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ ഇൻക്ലൂഡഡ് ഇൻ MSCS ഇൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഏത് ഷെഡ്യൂളിലാണ് വരുന്നതെന്ന് നോക്കിയാൽ ഷെഡ്യൂൾ 1ലും, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേരളത്തിലാണെങ്കിൽ ഷെഡ്യൂൾ 2ലും, മൾട്ടി സ്റ്റേറ്റിൽ ഷെഡ്യൂൾ 1ലുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.